ഏകദേശം ഒരു 10 വർഷമാകുമ്പോഴേക്കും ഈ നോൺ ഗസറ്റഡ് കേഡർ നിങ്ങൾക്ക് പിന്നിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റ് PSCയിലെ ഒരു പ്രൊമോഷൻ സാധ്യത എടുത്തുകൊണ്ടാണ് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നോട്ടിഫിക്കേഷനുകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. LDC ഉൾപ്പെടെ, അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി, LGS, ഇങ്ങനെ ധാരാളം തസ്തികകളിലേക്കുള്ള പരീക്ഷ സമയബന്ധിതമായി ഫിക്സ് ചെയ്തിരിക്കുന്നു. അവിടെ യൂണിഫോംഡ് പോസ്റ്റുകളും ധാരാളമുണ്ട്. ഇതിനൊക്കെ വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ നമ്മൾ വ്യാപൃതരായിരിക്കുന്നൊരു സമയമാണ്. അടുത്തതായി PSC വിജ്ഞാപനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തസ്തികയാണ് അസിസ്റ്റന്റ് കം ഓഡിറ്റർ. ഇതിൻ്റെ യോഗ്യത ഡിഗ്രിയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇതിനെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നൊരു ഓമന പേരിട്ട് വിളിക്കാറുണ്ട്. ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള ഒരു ഡിഗ്രി മാത്രം ആവശ്യമുള്ള ഈ തസ്തികയ്ക്ക് ആക്ച്വലി ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമുള്ള ഒരു തസ്തികയാണ്. സത്യത്തിലല്ല, ഡിഗ്രി തലത്തിലുള്ളൊരു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണിത്. നമ്മൾ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റൻ്റ് എന്തിനെ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും അതിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്. അവിടെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് വരുന്നുണ്ട്, കേരള PSC വരുന്നുണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് വരുന്നുണ്ട്, ലോക്കൽ ഓഡിറ്റ് ഫണ്ടുണ്ട്, വിജിലൻസ് ട്രിബ്യൂണൽ ഉണ്ട്, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫ് ഓഫീസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 6 ഓഫീസുകളിലേക്ക് 6 ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള അസിസ്റ്റൻറ്റുമാരെ അല്ലെങ്കിൽ ഓഡിറ്റർമാരെയാണ് ഈ ലിസ്റ്റിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തസ്തികയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പ്രാധാന്യം വരുന്നതും ഈ ലിസ്റ്റിൽ നിന്നും കൂടുതൽ ആളുകൾ നിയമിക്കപ്പെടുന്നതും. അതുമാത്രമല്ല, ഈ തസ്തികയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവസരങ്ങൾ നമുക്ക് തുറന്നു തരുന്ന ഒരു തസ്തികയാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രൊമോഷൻ സാധ്യതകൾ വ്യത്യാസപ്പെട്ടിരിക്കുമെങ്കിൽ പോലും സാമാന്യം ഭേദപ്പെട്ടതല്ല, വളരെ മെച്ചപ്പെട്ട പ്രൊമോഷൻ നില അവിടെയുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് 46,767 രൂപ 46,767 രൂപ ശമ്പളം ലഭിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. കാരണം 39,300 83,000 ഇതിൻ്റെ സാലറി സ്കെയിൽ. സാലറി സ്കെയിലിനെ സംബന്ധിച്ച് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇതാണ് സാലറി സ്കെയിൽ. അവിടെ നിങ്ങൾക്ക് ബേസിക് പേ ആയി 39,300, നിലവിലുള്ള DA അതുപോലെ തന്നെ HRA ഇവ വരുമ്പോഴേക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം 46,767 രൂപ ശമ്പളം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് കുറച്ച് പരാധീനതകളുണ്ട്. 1-2 വർഷങ്ങളായി DAയിൽ വർധനവ് ഉണ്ടാകുന്നില്ല. ആ DA വർധനവ് കൂടി കണക്കാക്കിയാൽ 55,000 മുകളിൽ, അതുകൂടി അനുവദിച്ചു വന്നാൽ 55,000-ഓളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഡിഗ്രി തലത്തിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള സെലക്ഷൻ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾ അതിനുവേണ്ടി വളരെ ഗൗരവത്തോടുകൂടി മെനക്കെടാൻ തയ്യാറാകുന്നത്. കാരണം പഠിച്ച് ലഭിച്ചാൽ പ്രയോജനമുള്ള ജോലിയാണ്. തുടക്കത്തിൽ തന്നെ നല്ല ശമ്പളമുണ്ട്, തുടർന്ന് കിട്ടുന്നതോ വളരെ മെച്ചപ്പെട്ട പ്രൊമോഷനാണ്. നോക്കൂ, ഈ 3 കേഡറിൽ മാത്രമേ നമ്മൾ സബോർഡിനേറ്റ് സർവീസിൽ തുടരേണ്ടി വരികയുള്ളൂ. അതായത് നോൺ ഗസറ്റഡ് ഓഫീസർ എന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരികയുള്ളൂ. നിങ്ങൾ അസിസ്റ്റൻ്റായി നിയമിതനാകുമ്പോൾ 39,300 മുതൽ 83,000 വരെയാണ് ആ സാലറി സ്കെയിലാണ് നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുക. തുടർന്ന് നിങ്ങൾക്ക് സീനിയർ ഗ്രേഡ് അസിസ്റ്റൻറ്റ് എന്നൊരു പ്രൊമോഷൻ ലഭ്യമാകും. 43,400 91,200 എന്ന ശമ്പള സ്കെയിലാണ്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്നൊരു ഗ്രേഡിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ 45,600 95,600. ഏകദേശം ഒരു 10 വർഷമാകുമ്പോഴേക്കും ഈ നോൺ ഗസറ്റഡ് കേഡർ നിങ്ങൾക്ക് പിന്നിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഞാനിപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റ് PSCയിലെ ഒരു പ്രൊമോഷൻ സാധ്യത എടുത്തുകൊണ്ടാണ് പറയുന്നത്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ പറ്റി പറയുമ്പോഴും ഇതിൽ നിന്നും വളരെ വ്യത്യാസമില്ലാത്ത രീതിയിലാണ് പ്രൊമോഷൻ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു 10 വർഷത്തോളം നമ്മൾ നോൺ ഗസറ്റഡ് കേഡറിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2 പ്രൊമോഷൻസ് അവിടെ ലഭിക്കുന്നുണ്ട്. തുടർന്ന് ഞാൻ ഈ 10 വർഷമെന്ന് പറയുമ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 10 വർഷം കൊണ്ട് നടന്നേക്കാം. 10 to 14 വർഷം വേണ്ടി വരും നിങ്ങൾക്ക് സബോർഡിനേറ്റ് സർവീസിൽ നിന്നും സ്റ്റേറ്റ് സർവീസിലേക്ക് കുതിക്കാൻ. സ്റ്റേറ്റ് സർവീസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ധാരാളം പ്രൊമോഷൻസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ്, അണ്ടർ സെക്രട്ടറി ഹയർ ഗ്രേഡ്, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി. നോക്കൂ, 1 2 3 4 5 6 7 8 ഗസറ്റഡ് കേഡറിൽ തന്നെ 8 പ്രൊമോഷൻ, നോൺ ഗസറ്റഡ് കേഡറിൽ 2 പ്രൊമോഷൻ, 10 പ്രൊമോഷനുകൾ. ഇത് ഞാൻ പറയുമ്പോൾ അസിസ്റ്റൻ്റായിട്ട് കയറുന്ന ഒരാൾ അവസാനം സ്പെഷ്യൽ സെക്രട്ടറിയായി അല്ലെങ്കിൽ PSCയിലാണെങ്കിൽ PSC സെക്രട്ടറിയായി ജോലിയിൽ നിന്ന് വിരമിക്കുമെന്നൊന്നും അല്ല അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ സർവീസ് പോലെ ഇരിക്കും. സർവീസ് മാക്സിമം ലഭിക്കുന്ന ഒരാളിനാണെങ്കിൽ ഒരു പക്ഷേ സ്പെഷ്യൽ സെക്രട്ടറി വരെ എത്തിച്ചേരാൻ കഴിയും. അല്ലെങ്കിൽ PSCയിലാണ് നിയമനം ലഭിക്കുന്നതെങ്കിൽ PSCയുടെ ഏറ്റവും തലപ്പത്തെ ഓഫീസറായ സെക്രട്ടറി എന്ന, അവിടുത്തെ എക്സിക്യൂട്ടീവ് ഹെഡായ സെക്രട്ടറി എന്ന പദവിയിലെത്താൻ കഴിയും. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന സർവീസിനെ ആശ്രയിച്ചിരിക്കും. അപ്പോഴിവിടെ ശമ്പളം ആകർഷണീയമാണ്, പ്രൊമോഷനുകൾ ആകർഷണീയമാണ്. ഈ തസ്തികയ്ക്ക് വേണ്ടി നമുക്കൊന്ന് തയ്യാറെടുത്തുകൂടെ? തീർച്ചയായും നിങ്ങൾ ഈ തസ്തികയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ട സമയം സമാഗതമായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒക്ടോബറിനകം, ഈ വർഷം ഒക്ടോബറിനകം നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. 2025 തന്നെ പരീക്ഷയുണ്ടാകും. അവിടെ പ്രിലിമിനറിയും അതുപോലെ തന്നെ ഒരു മെയിൻ പരീക്ഷയും ഉണ്ടാകും. ഇവിടെ നമ്മളാണെങ്കിൽ PSCക്ക് വേണ്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ LD ക്ലാർക്കിൻ്റെ അപേക്ഷകരാണ്. അതിൻ്റെ പരീക്ഷ ഒക്ടോബറിനുള്ളിൽ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളിൽ പലരും LSG സെക്രട്ടറിക്ക് വേണ്ടി അപേക്ഷിച്ച പ്രിലിമിനറി എഴുതി അടുത്ത റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. അതിൻ്റെ മെയിൻ എഴുതാൻ കാത്തിരിക്കുന്നവരുണ്ടാകും. ഒരു പക്ഷേ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ LGS എഴുതാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അവർക്ക് അതിന് അയക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത മാസം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോട്ടറി ലഭിക്കുന്നത് പോലെയാണ്. LGS പരീക്ഷ അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യവും നിങ്ങൾക്ക് ലഭിച്ചു. അതോടൊപ്പം ഡിഗ്രി തലത്തിലുള്ള അഭിമാനാർഹമായി നമുക്ക് കരുതാവുന്ന, നേട്ടമായി കരുതാവുന്ന ഒരു തസ്തികയും നമ്മുടെ പരിധിയിലേക്ക് വരികയാണ്. അവിടെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കുവാനും പ്ലാൻ ചെയ്യുവാനും തയ്യാറായാൽ തീർച്ചയായും ഒരു ഡിഗ്രിക്കാരൻ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാവുന്ന ഏറ്റവും നല്ല തസ്തികയായി ഇതിനെ വിലയിരുത്താം. അപ്പോൾ ചിലർ ചോദിക്കും, കാശില്ലേ എന്ന് ചോദിക്കും. ഇപ്പോൾ കാശിൻ്റെ കാര്യമെന്നൊക്കെ പറയുമ്പോൾ അവിടെ 3 കാറ്റഗറികളിലായി ഒരു 100 105 വേക്കൻസികൾ വരുന്നു. ആ 3 കാറ്റഗറികളിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് ഒരു 33 നിയമനം നടന്നു. അതോടുകൂടി കാശിൻ്റെ കഥ തീർന്നു. ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നൊരു 100 പേർക്കായിരിക്കും ഒരു നിയമനം ലഭിക്കുക. പക്ഷേ ഇവിടെ അതല്ല. ഇപ്രാവശ്യം അസിസ്റ്റൻ്റ് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം അല്പം മന്ദഗതിയിലാണ് ആ ലിസ്റ്റ് നീങ്ങുന്നതെങ്കിലും ഇപ്പോൾ ഈ മാസം എനിക്ക് തോന്നുന്നു റിട്ടയർമെൻറ്റ് കുറേ ഉണ്ടായിട്ടുണ്ട്, അവിടെ കുറേ വേക്കൻസി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ക്ഷീണം മാറുമെന്നാണ് കരുതപ്പെടുന്നത്. സ്വാഭാവികമായും പലപ്പോഴും 1000 വരെയൊക്കെ നിയമനം നടന്നു പോയിട്ടുള്ളൊരു തസ്തികയാണ്. എനിക്ക് തോന്നുന്നത് ഇനി നിലവിൽ വരാൻ പോകുന്ന ലിസ്റ്റ് ആ കാലഘട്ടത്തിൽ കുറേ റിട്ടയർമെൻറ്റുകളുള്ള വർഷമാണ്. അന്ന് എന്തായാലും കൂടുതൽ റിട്ടയർമെൻറ്റുകൾ ഉണ്ടാവും. അവിടെ എന്തായാലും ഒരു 800-ന് മേളിൽ നിയമനം നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രായപരിധി നിങ്ങൾക്ക് ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. 18-36. ഇവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ബൈ ട്രാൻസ്ഫറും ഉണ്ട് കേട്ടോ. നമ്മുടെ LDCയിലൊക്കെ ബൈ ട്രാൻസ്ഫർ ഉള്ളതുപോലെ തന്നെ ഇവിടെയും ബൈ ട്രാൻസ്ഫർ ഉണ്ട്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. പിന്നെ പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിലുള്ളവർ, ഇവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രായത്തെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല.
ഇനി പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഇതിൻ്റെ ബൈ ട്രാൻസ്ഫർ. എപ്പോഴും അസിസ്റ്റൻ്റ് തസ്തികയിൽ ഉണ്ടാകുന്ന ഒഴിവുകളിൽ 2% ബൈ ട്രാൻസ്ഫറിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ LDC വേരിയസിലൊക്കെ 10% മാറ്റിവെച്ചിരിക്കുന്നത്, പക്ഷേ ഇവിടെ 2% മാറ്റിവെച്ചിരിക്കുന്നത്. ആ 2% അതിൻ്റെ പ്രായപരിധി 18-40 ഇവിടെ 18-36 ആണെങ്കിൽ ഇതിൽ 18-40 ഇവിടെ വയസ്സിളവുണ്ട്, പക്ഷേ ഇവിടെ വയസ്സിളവില്ല. 40 വയസ്സ് വരെയുള്ളവർക്കേ അപേക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ അസിസ്റ്റൻറ്റിനേക്കാൾ താഴ്ന്ന തസ്തികയിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയിലെ ലിസ്റ്റിൽ ഇടം നേടാം. 40 മാർക്ക് മതി, നിങ്ങൾക്ക് ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയിൽ ലിസ്റ്റിലേക്ക് ഇടം നേടാം. ആ ലിസ്റ്റിൽ പഴയ ലിസ്റ്റിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടാൽ പിന്നീട് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് ഈ 2% ഒഴിവിൽ നിങ്ങളെ പരിഗണിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അത് നേട്ടമാണ്. അപ്പോഴവിടെ ആർക്കൊക്കെ അയക്കാമെന്ന് ചോദിച്ചാൽ അവിടെ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്, LDC ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികകൾ ഒഴികെയുള്ള അസിസ്റ്റൻറ്റിന് താഴെ വരുന്ന തസ്തികകളിലാണ് നിങ്ങൾക്ക്. നിങ്ങളൊരു ലാസ്റ്റ് ഇയർ സർവൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ബൈ ട്രാൻസ്ഫർ കാറ്റഗറി അപ്ലൈ ചെയ്യാം. പ്രായപരിധി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിനും അപ്ലൈ ചെയ്യാം. ഈ 2 കാറ്റഗറിയിലും നിങ്ങളെ പരിഗണിക്കും. 2 കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ അയക്കാം. 2 കാറ്റഗറിയിലും നിങ്ങളെ പരിഗണിക്കും. അപ്പോൾ വളരെ വ്യക്തതയോടെ, ക്ലാരിറ്റിയോടെ നമ്മൾ ഇവിടെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ, നമ്മളിന്ന് LDCക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ LDCയുടെ പഠനത്തിൽ നിന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കുറച്ചുകൂടി മുന്നോട്ട് പോവുക. ഇവിടെ കുറേ കൂടി ഡെപ്തിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. ഇവിടെ ഒരു പ്രിലിമിനറി ഉണ്ടാവും, ഇവിടെ ഒരു മെയിൻ പരീക്ഷയുണ്ടാവും. GKയും ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കേരള ഗവേണൻസും ലൈഫ് സയൻസ്, പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക് കമ്പ്യൂട്ടർ, ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, കറണ്ട് അഫയേഴ്സ്, സിമ്പിൾ അരിത്മെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്, മലയാളം, കന്നഡ ആൻഡ് തമിഴ്. ഇത് ഞാൻ ഷോർട്ട് ഫോമിനുള്ളൊരു സിലബസാണ് പറഞ്ഞത്. ഇതേ സിലബസ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ LDCക്ക് വേണ്ടി? അല്ലെങ്കിൽ തന്നെ ഇതിൽ കുറേ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ LSG സെക്രട്ടറി ആകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മളിപ്പോൾ LDCക്ക് വേണ്ടിയുള്ള പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇക്കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ 2-3 മാസങ്ങൾക്കുള്ളിൽ എത്തുകയാണ്. എനിക്കതിന് അപേക്ഷിക്കേണ്ടതുണ്ട്. അടുത്ത വർഷം പരീക്ഷയുണ്ടാകും. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് കൂടിയാകുമ്പോൾ നിങ്ങൾ ഈ നോക്കിക്കൊണ്ട് പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് വിപുലമായി നോക്കി മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ LDC വരെ LDCക്ക് വേണ്ടി പഠിക്കൂ. പഠിച്ചതിന് ശേഷം അവിടെ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു അടിത്തറയെ വിപുലമാക്കിക്കൊണ്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക? LDCയും നിങ്ങൾക്ക് ലഭിക്കും, ഒപ്പം അസിസ്റ്റൻറ്റും നിങ്ങളുടെ കൈകളിലേക്ക് വരും. അവിടെ മെച്ചപ്പെട്ട ജോലി എന്ന രീതിയിൽ അസിസ്റ്റൻറ്റിനെ നമുക്ക് 2 കൈയും നീട്ടി സ്വീകരിക്കാൻ കഴിയും. കാരണം ഒരു LDC ആകുന്നതിനേക്കാൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് നിങ്ങളുടെ സർവീസ് ജീവിതത്തിൽ, നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിതം കണക്കാക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ ടോപ്പ് മോസ്റ്റ് പോസ്റ്റിൻ്റെ മിനിമം സാലറി 1,29,300 രൂപ ഇപ്പോഴത്തെ നിലയിൽ. നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അത് എത്ര ലക്ഷങ്ങളാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സ്പെഷ്യൽ സെക്രട്ടറി വരെ ആകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വേണ്ട. നമ്മൾ അഡീഷണൽ സെക്രട്ടറി തലത്തിലെത്തിയാലും 1,23,700. അതല്ല, വെറുമൊരു ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് എത്തുന്നുവെങ്കിൽ പോലും 1,18,100 എന്നുള്ള മിനിമം പേ നമുക്കവിടെ വാങ്ങിക്കാൻ കഴിയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു സർവീസിൽ കയറിയിട്ട് 10 പ്രൊമോഷനുകൾക്കുള്ള സാധ്യത. അപ്പോൾ അതിൽ ചിലർക്ക് 5 പ്രൊമോഷൻ ആയിരിക്കും കിട്ടുക, ചിലർക്ക് 6 ആയിരിക്കും കിട്ടുക, ചിലർക്ക് 10 കിട്ടും, ചിലർക്ക് 8 കിട്ടും. പക്ഷേ ആ ഒരു സാധ്യത വളരെ മെച്ചപ്പെട്ട സാധ്യത തന്നെയാണ്. എനിക്ക് തോന്നുന്നു PSCയുടെ നോട്ടിഫിക്കേഷനുകളിൽ, ഡിഗ്രി തല നോട്ടിഫിക്കേഷനുകളിൽ ഇത്രയും പ്രൊമോഷൻ സാധ്യതയും നിങ്ങളെ സംബന്ധിച്ച് ഭാവിയിൽ മെച്ചപ്പെട്ട മോണിറ്ററി ബെനിഫിറ്റും നൽകുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പാത മെച്ചപ്പെട്ട രീതിയിലേക്കുള്ളതാണ്.
വളരെ ആത്മസംതൃപ്തിയോടുകൂടി നമുക്ക് ജോലി ചെയ്യണം. നമ്മുടെ ജോലിക്ക് ആനുപാതികമായി നമുക്ക് വേതനം ലഭിക്കണം. അതോടൊപ്പം നമുക്ക് മെച്ചപ്പെട്ട പ്രൊമോഷനുകൾ ഉണ്ടാവണം. നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ നല്ലൊരു പൊസിഷനിൽ നമുക്ക് റിട്ടയർ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇതിൻ്റെ സിലബസിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നിങ്ങൾക്ക് തന്നിരുന്നു. അവിടെ പ്രിലിമിനറിയും മെയിനും ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമ്മുടെ PSCയുടെ സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഡിഗ്രി തലത്തിലുള്ള പ്രിലിമിനറി പരീക്ഷകളുടെ സിലബസ്. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് കഴിഞ്ഞ തവണത്തെ സിലബസ്, ആ സിലബസിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. എന്ത്? ആകർഷണീയമായ ഈ തസ്തിക. അതിന് നിങ്ങൾക്ക് വേണ്ടത് ഇത് ഞാൻ നേടും എന്നൊരു മനസ്ഥിതി മാത്രമാണ്. ആ മനസ്ഥിതിയോടെ നിങ്ങൾ സിലബസിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവയിൽ ഓരോ ഭാഗങ്ങളും നന്നായി പഠിച്ച് മുന്നേറിയാൽ നിങ്ങൾക്ക് പഠിക്കുവാൻ ആവശ്യമായ സമയം, സഫിഷ്യൻ്റായ സമയം നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഓരോ ഇടവേളകളിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യാനുള്ള പരീക്ഷകളാണ് വരുന്നത്. LD ക്ലാർക്കിൻ്റെ പരീക്ഷ, അല്ലെങ്കിൽ LSG സെക്രട്ടറിയുടെ പരീക്ഷ, ഈവൻ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പരീക്ഷ പോലും ഇതിനുള്ള ഒരു പരിശീലന കളരിയായി മാറും. അതിലൂടെ നിങ്ങൾ ഈ പരിശീലന കളരിയിൽ വിജയം നേടും. നിങ്ങൾക്ക് റാങ്ക് നേടാൻ കഴിയും, നിങ്ങൾക്ക് ജോലി നേടാൻ കഴിയും. എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ്. എല്ലാവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനെ ഗൗരവത്തോടു കൂടി കണ്ട് അപേക്ഷിക്കുക, പഠിക്കുക, ജോലി കരസ്ഥമാക്കുക. വിജയാശംസകൾ. ഗുഡ് ബൈ.